അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതുവർഷ സ്കൂൾ വിചാരങ്ങൾ. ഈ മധ്യവേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുകയാണല്ലോ. വളരെ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും എന്നാൽ അതിലുപരി ആകാംക്ഷയോടെയുമായിരിക്കും പുതിയ അധ്യയന വർഷത്തെ കുട്ടികൾ വരവേൽക്കാനിരിക്കുന്നത്. പുതിയ അധ്യയന വർഷം പുതിയ കൂട്ടുകാരും പുതിയ യൂണിഫോമും പുതിയ പുസ്തകങ്ങളും സാമഗ്രികളും എല്ലാമായി പല പല ചിന്തകളാൽ അവരോടുള്ള സന്തോഷത്താൽ പുളകിതമായിരിക്കും. എന്നാൽ രക്ഷിതാക്കളായ നാമും കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പലവിധ അക്രമങ്ങളും കൂട്ടുകാരുകളിലും ദിനേനയൊന്നോണം വായിച്ച് കേരള മനസ്സുകൾ മരവിച്ച് പോകുന്ന ഇക്കാലത്ത് അധ്യാപകന്മാരെക്കുറിച്ചും തൻ്റെ സഹപാഠികളെക്കുറിച്ചുമെല്ലാം ഉത്തമബോധമുള്ളവരാക്കി നമ്മുടെ മക്കളെ വളർത്തേണ്ടതുണ്ട്. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തന്ന് നമ്മെ പഠിപ്പിക്കുന്നവരാണ് അധ്യാപകർ. അവരോട് അപമര്യാദയായി പെരുമാറാനോ നിന്ദിക്കാനോ നന്ദികേട് കാണിക്കാനോ പാടില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ പ്രമാണം. അതുപോലെ തന്നെ തൻ്റെ സഹപാഠികളോടും നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും പെരുമാറാനും ദേശ ഭാഷ വർഗ വർണ്ണമെന്യേ എല്ലാവരെയും സ്നേഹിക്കാനും പഠിക്കണം എന്നുള്ള നല്ല നല്ല ഉപദേശങ്ങളാവണം രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്തു നിന്നും അവർക്ക് നൽകേണ്ടത്. കുട്ടികളുടെ പുതിയ കൂട്ടുകെട്ടുകളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. കൂടാതെ പഠനത്തിനാവശ്യമായ സാധനങ്ങൾ അത്യാവശ്യം തന്നെയാണല്ലോ. എന്നാൽ അതിന് പുറമെ അവർ ശാഠ്യം പിടിക്കുന്നതെന്തും അതേപടി സാധിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കളായ നമുക്കും വലിയ വിനയാണ് വരുത്തുക എന്നുകൂടെ ഓർക്കുന്നത് നല്ലതാണ്. കയ്യിൽ പണമുണ്ടെന്ന് കരുതി എന്തും എങ്ങനെയും എന്ന ചിന്ത നന്നല്ല. ഒഴുകുന്ന ജലമാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണമെന്നാണല്ലോ പ്രവാചക അധ്യാപനം. മക്കൾ പറയുന്ന എന്ത് സാധനങ്ങളും സ്പോട്ടിൽ വാങ്ങിക്കൊടുത്താൽ പൈസയുടെ മൂല്യം അവർക്കറിയാതെ വരും. തന്നെയുമല്ല, തൻ്റെ മാതാപിതാക്കൾ എന്തും വാങ്ങിത്തരാൻ തയ്യാറാണെന്ന് അവർ ധരിക്കുകയും ഒരവസരത്തിൽ ആഗ്രഹം സാധിപ്പിക്കാതെ കഴിയാതെ വന്നാൽ അതൊരു മനോവിഷമമായി മാറുകയും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആത്മഹത്യ എന്ന പ്രവണതയിലേക്ക് മക്കളെ കൊണ്ട് ചെന്നെത്തിക്കുന്ന വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. തന്നെയുമല്ല, വർഷാവർഷം സ്കൂളുകൾ തുറക്കുമ്പോൾ തൻ്റെ പൊന്നോമനകൾക്ക് പുത്തൻ സാധനങ്ങളും സാമഗ്രികളും വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്നിനും കഴിയാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ദരിദ്രത എത്രയോ മക്കൾ നമുക്ക് ചുറ്റിലുമുണ്ടെന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുവാനും അതിലൂടെ അവരിൽ മറ്റു കുട്ടികളോട് ദയവും സഹതാപവും സഹന മനസ്തതയും ഉടലെടുക്കാനും അത് കാരണമാകുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക പ്രായമായാൽ രക്ഷിതാക്കളുടെ ജോലിയുടെ കഷ്ടപ്പാടും വരാനിരിക്കുന്ന ജീവിതങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കണം. എല്ലാം ഇഷ്ടത്തിന് വാങ്ങിക്കൊടുത്താൽ കഷ്ടപ്പാട് എന്തെന്ന് ലേവലേശം മക്കൾ അറിയാതെ പോകാനും പിന്നീട് കടത്തിൽപ്പെട്ട് ജീവിതമാകെ താളം തെറ്റി കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കാനും സാധ്യതയുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ. നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണ്. ചെറുപ്രായത്തിൽ അവരുടെ മനസ്സ് വൈറ്റ് ക്യാൻവാസ് പോലെയാണ്. ചെറുപ്രായത്തിൽ പതിയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പഴമൊഴി. എത്ര ചെറിയ വസ്തുവാണെങ്കിൽ പോലും അതിൻ്റെ മൂല്യമനുസരിച്ച് കൊണ്ട് മക്കളെ മൂല്യം അറിയിച്ചുകൊണ്ട് അതിനെ വളർത്തുമ്പോൾ മാത്രമേ രക്ഷിതാക്കളുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും വില അവർക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ പ്രയത്നത്തിലൂടെ മാത്രമേ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ എന്ന ചിന്തയും അവരിൽ ഉടലെടുക്കുന്നു. ഭാവിയിലും അത് പ്രാവർത്തികമാക്കി ശരിയായ വഴിയിലൂടെ തേടുന്ന വിജയങ്ങൾ മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും കണ്ടാണല്ലോ കുട്ടികൾ വളരുന്നത്. കൂടെ തന്നെ അവരെ മനസ്സിലാക്കി പെരുമാറുമ്പോൾ മാത്രമേ രക്ഷാകർതൃത്വം ഫലപ്രദമാവുകയുള്ളൂ.
അതുപോലെ തന്നെ വാക്കാലോ പ്രവൃത്തിയായോ എന്തെങ്കിലും നന്മ അവരുടെ മക്കളിൽ കാണാനിടയായാൽ ആ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ മാത്രമേ അവരുടെ മനസ്സിൽ, അവരെ കുഞ്ഞു മനസ്സിൽ നിന്നും വീണ്ടും അത്തരം സൽപ്രവർത്തനങ്ങൾ ഉടലെടുക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചീത്ത പ്രവർത്തികൾ കണ്ടാൽ അതിനെ സ്നേഹത്തോടെ അരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സന്താന പരിപാലനത്തിൻ്റെ പ്രഥമ ദൗത്യം സ്വന്തം ജീവിതം കൊണ്ട് സത്പ്രവൃത്തികൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണല്ലോ. മാതാപിതാക്കൾ ചെയ്യുന്നത് എന്തും അവർക്ക് നന്മയും അവർ ഉപേക്ഷിക്കുന്നതെല്ലാം തിന്മയുമായിരിക്കും. അതൻ നമ്മളെ മക്കളൊക്കെ നല്ല മക്കളായി വളർത്തട്ടെ. ലഹരിക്ക് അടിമപ്പെടാത്ത മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ മക്കളെ അള്ളാഹു ആക്കി തീർക്കട്ടെ. വസിയത്തോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.